ഹായ് ഓൾ, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മുടെ 12th ക്ലാസ്സാണ്. വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. ഇപ്പോൾ ഇതിൽ ക്ലാസ് 11 ആയിരിക്കും എഴുതി കാണിക്കുന്നത്. അതൊരു തെറ്റ് പറ്റിപ്പോയതാണ്. ഇന്ന് ശരിക്കും 12th ക്ലാസ്സാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് ഞാൻ എടുത്തിരിക്കുന്ന ഫ്ലാറ്റ് ബ്രഷ്. നിങ്ങൾക്ക് പെറ്റൽസിൻ്റെ സൈസ് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ചിട്ടുള്ള ഫ്ലാറ്റ് ബ്രഷ് എടുക്കാവുന്നതാണ്. ഓക്കെ, അതിനുശേഷം ജസ്റ്റ് ഇങ്ങനെ സിമ്പിളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു എന്താ പറയുക, ഒരു ഡിസൈൻ വരച്ചു കൊടുക്കുന്നുണ്ട്. ഓക്കെ, ജസ്റ്റ് നമ്മൾ ഫ്ലവേഴ്സ് വരയ്ക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡിസൈനാണ് വരച്ചു കൊടുക്കുന്നത്. ഓക്കെ, ജസ്റ്റ് റഫായിട്ട് ഇങ്ങനെ എങ്ങനെയാണോ വേണ്ടത് അതുപോലെ വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതിപ്പോൾ ജസ്റ്റ് സിമ്പിളായിട്ട് ഒരു ഡിസൈനാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം നമ്മൾ ഫ്ലാറ്റ് ബ്രഷാണ് എടുക്കുന്നത്. ഇപ്പോൾ ബ്രഷിൻ്റെ വലിപ്പം കൂടിക്കഴിഞ്ഞാൽ വലിയ പെറ്റൽസും, ചെറുതാണ് ബ്രഷ് അതായത് വലിപ്പം കുറഞ്ഞിട്ടുള്ള ബ്രഷാണ്, അതിൻ്റെ ബ്രിസിൽസിൻ്റെ തിക്നെസ് കുറവാണെങ്കിൽ ചെറിയ പെറ്റൽസും ആയിരിക്കും കിട്ടുക. ഞാനിപ്പോൾ ഒരു മീഡിയം സൈസാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, നമ്പർ ഞാനിതിൽ കാണിച്ചിട്ടുണ്ട്, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ ബ്രഷിൻ്റെ നമ്പർ. ഓക്കെ, അതിനുശേഷം ഫാബ്രിക് കളറിൻ്റെ ഓറഞ്ച് കളറാണ് എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ ബ്രഷിൽ നന്നായിട്ട് പെയിൻറ്റ് ഡിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇങ്ങനെ ഇതുപോലെ ജസ്റ്റ് ഒരു സ്ട്രോക്ക് വരച്ചു കൊടുക്കുന്നത് എങ്ങനെയാണോ അതുപോലെയാണ് ചെയ്ത് കൊടുക്കുന്നത്. നമ്മൾ ജസ്റ്റ് ആ ബ്രഷ് ഇങ്ങനെ ചരിച്ച് വെച്ച് പോവാണ്. അപ്പോൾ ഒരു പെറ്റൽസിൻ്റെ പെറ്റൽസ് എങ്ങനെയാണോ ഉണ്ടാവുക അതുപോലെ ഫോമാകും. വരയ്ക്കാനും അതുപോലെ ഒന്നും ചെയ്യുന്നില്ല. ജസ്റ്റ് ആ ബ്രഷ് ഫ്ലാറ്റ് ആയത് കാരണം പെയിൻറ്റിൽ നന്നായിട്ട് ബ്രഷ് വയ്ക്കുന്നു. അതിനുശേഷം അങ്ങനെ എടുത്ത് ക്ലോത്തിൽ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമ്മൾക്ക് എങ്ങനെയാണോ വേണ്ടത്, എവിടെയാണോ ഡിസൈൻ വേണ്ടത് അവിടെ നമ്മൾ വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു തണ്ടും പിന്നെ അതിന്ന് പോകുന്ന വേറൊരു തണ്ടും പിന്നെ പൂവായിട്ടുള്ള ഡിസൈനാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ 5 പെറ്റൽസ് വെച്ചു. ഇപ്പം ഞാൻ 6 പെറ്റൽസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നടുവിൽ ഒരു റൗണ്ട് വരച്ചു കൊടുക്കാം. ചെറുതായിട്ട് ഒരു റൗണ്ട് വരച്ചു കൊടുത്തിട്ട് അതിന് ചുറ്റും ഇങ്ങനെ പെറ്റൽസ് വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ അങ്ങനെ ഇട്ടിട്ടില്ല. അപ്പോൾ വരയ്ക്കാൻ അറിയാത്തവരാണ്, കൈ ഇപ്പം കറക്റ്റായിട്ട് വരുന്നില്ല എന്നാണെങ്കിൽ നടുവിൽ ഒരു റൗണ്ട് വരച്ചതിന് ശേഷം അതിന് ചുറ്റും ഇങ്ങനെ പെറ്റൽസ് വരച്ചു കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഇങ്ങനെ ബ്രഷ് വയ്ക്കുന്നു, എന്നിട്ട് ഉള്ളിലോട്ട് ഇങ്ങനെ ഡ്രാഗ് ചെയ്യുന്നു. അപ്പോൾ ആ പെയിൻറ്റിൻ്റെ തിക്നെസ് കുറച്ച് കുറവായിട്ട് വരും. അങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഓൾറെഡി പ്രീവിയസ് ക്ലാസ്സിൽ ഇത് റൗണ്ട് ബ്രഷ് വെച്ചിട്ടുള്ള ഇൻവേർഡ് സ്ട്രോക്സ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതേ ടെക്നിക്ക് തന്നെയാണ്. വെരി ഈസി ആൻഡ് സിമ്പിളാണ്. നമുക്ക് പെട്ടെന്ന് ഇങ്ങനെ ദുപ്പട്ട അതൊക്കെ ഡിസൈൻ ചെയ്യാൻ പറ്റിയ ഒരു ഡിസൈനാണ്. ഇതിനെക്കാട്ടും നല്ല തിക്കായിട്ടുള്ള ബ്രഷാണെങ്കിൽ നിങ്ങൾക്ക് വലിയ വലിയ പെറ്റൽസ് കിട്ടുന്നതായിരിക്കും. ഓക്കെ, നമുക്കിപ്പോൾ ഓറഞ്ച് കളറ് കൊടുത്തു. ഇതിന് ശേഷം ഇനിയിപ്പോൾ വേറെ ഏതെങ്കിലും കളർ വെച്ചിട്ടും ഡിസൈൻ ചെയ്തിട്ട് കാണിക്കാം. ഇപ്പോൾ ഓറഞ്ച് കളർ കൊടുത്ത് അതിൻ്റെ കൂടെ നിങ്ങൾക്കിപ്പോൾ ഓറഞ്ചിൻ്റെ കൂടെ വേറെ എന്തെങ്കിലും കളർ മിക്സ് ചെയ്യണം എന്നാണെങ്കിൽ ബ്രഷിൻ്റെ ടിപ്പിൽ ഒരു കളർ കൂടി ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ വേറെ കളറും കൂടി വന്നോളും. പിങ്ക് കളറാണ് ഞാനിപ്പോൾ എടുത്തിട്ടുള്ളത്. ഇനി അടുത്ത അതായത് വേറെ സൈഡിൽ പിങ്ക് പെറ്റൽസ് വെച്ച് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ബ്രഷ് വാഷ് ചെയ്യാത്തത് കാരണം പിങ്കും ഓറഞ്ചും കൂടി ലൈറ്റായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഇപ്പോൾ ഒരു കളർ അവിടെ ഫോം ആയിരിക്കുന്നത്. ഇങ്ങനെ ഏത് രീതിയിലും നമ്മൾക്ക് പെറ്റൽസും ഫ്ലവേഴ്സും ഒക്കെ ഡിസൈൻ ചെയ്തിട്ട് നമ്മുടെ ക്ലോത്ത് ഡിസൈൻ ചെയ്യാം. ഇത് പെട്ടെന്ന് പണി തീരും. നമുക്കതുപോലെ വരയ്ക്കാനും ഒന്നുമില്ല. സിമ്പിളായിട്ട് എവിടെയാണോ ഫ്ലവർ വേണ്ടത് അവിടെ അങ്ങനെ വെച്ച് കൊടുത്താൽ മതി. ഓക്കെ, ഇത് കാര്യമായിട്ട് ഇപ്പോൾ നമുക്കിത് പഠിക്കാനൊന്നും ഇല്ല. ആ പെറ്റൽസ് എങ്ങനെയാണ് വെക്കുന്നത്, ഫ്ലാറ്റ് ബ്രഷ് ആയത് കാരണം വെച്ചതിന് ശേഷം ഉള്ളിലോട്ട് ഡ്രാഗ് ചെയ്യുന്നത് മാത്രം ഒന്ന് നോക്കിയാൽ മതി. കറക്റ്റായിട്ട് ഉള്ളിലോട്ട് തന്നെ ഡ്രാഗ് ചെയ്യണം.
പുറത്തോട്ടാണെങ്കിൽ അത് സ്ട്രോക്കും അതുപോലെ എന്താ പറയുക ഡിസൈനൊക്കെ മാറിപ്പോവും. ഇതിപ്പോൾ ഇൻവേർഡ് ഉള്ളിലോട്ടാണ് നമ്മൾ എടുത്തിട്ട് ഈ ഒരു സ്ട്രോക്ക് ചെയ്യുന്നത്. ഇനി നമ്മൾ തണ്ടാണ് വരച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഒരു നടുവിലൊരു കുറച്ച് തിക്കായിട്ടുള്ള ഒരു തണ്ടും അതിൽ നിന്ന് ഇങ്ങനെ പോകുന്ന ഒരു തണ്ടും അതിൽ പൂക്കളും അങ്ങനെയാണ് വരച്ചു കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ തണ്ടിന് തിക്കായിട്ട് നിങ്ങൾക്ക് ലൈറ്റ് ഗ്രീനോ സാപ്പ് ഗ്രീനോ ഏത് കളറാണോ കൊടുക്കാൻ താല്പര്യം അതിനനുസരിച്ച് കൊടുക്കുക. അതിന് ശേഷം പൂക്കളിലോട്ടുള്ള ലീവ്സൊക്കെ വരച്ചു കൊടുക്കുക. ഈ ഗ്രീൻ കളറും ഫാബ്രിക് കളർ തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്ക് ഏത് ഗ്രീനാണോ അവൈലബിൾ ആയിട്ടുള്ളത് അത് യൂസ് ചെയ്യാം. ഇതിപ്പം നമുക്ക് ഓൾറെഡി വേറെ നമ്മൾ കുറേ കാണിച്ചിട്ടുള്ളത് കാരണം കൂടുതലായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനൊന്നും ഇല്ല. വളരെ സിമ്പിളാണ്. ജസ്റ്റ് ആ ഫ്ലാറ്റ് ബ്രഷിൻ്റെ ടെക്നിക്ക് എങ്ങനെയാണെന്ന് മാത്രം ഒന്ന് അറിഞ്ഞാൽ മതി. എങ്ങനെയാണോ നമ്മൾ ഏത് രീതിയിലാണോ ബ്രഷ് വയ്ക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് ഡിസൈൻ ഫോം ആവുക. ഇനിയിപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇതിൽ ലീവ്സൊക്കെ കൊടുക്കുമ്പോൾ ജസ്റ്റ് സിംഗിൾ സ്ട്രോക്കിൻ്റെ ലീവ്സൊക്കെ ഇതിൽ കൊടുക്കാം. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ വരയ്ക്കാനൊന്നുമില്ല. സ്ട്രോക്ക് ആ റൗണ്ട് ബ്രഷ് വെച്ചിട്ട് സ്ട്രോക്ക് കൊടുക്കുന്ന രീതിയിൽ സിംഗിളായിട്ട് ലീവ്സ് വരയ്ക്കാവുന്നതാണ്. ഓക്കെ. തണ്ട് വരയ്ക്കാനായിട്ട് യൂസ് ചെയ്തത് റൗണ്ട് ബ്രഷാണ്. അപ്പോൾ നമ്മൾ തണ്ടൊക്കെ വരയ്ക്കുന്ന സമയത്ത് അധികം തിക്നെസ് വേണ്ടാത്തത് കൊണ്ട് തിന്നായിട്ടുള്ള അതായത് ഒരു 6 അങ്ങനത്തെ നമ്പർ ബ്രഷ് എടുത്താൽ മതി. അല്ലെങ്കിൽ അതിലും കുറഞ്ഞത് ഏതാണോ കംഫർട്ടബിൾ 3 4 അതൊക്കെ എടുക്കാം. നമ്മൾക്ക് ഏതാണോ കംഫർട്ടബിൾ അത് നോക്കിയിട്ട് ബ്രഷ് എടുക്കാം. എന്നിട്ട് ലീവ്സ് നമ്മൾ വരച്ചു കൊടുക്കുമ്പോൾ നല്ല റൗണ്ട് ബ്രഷ് എടുക്കുക. കുറച്ച് തിക്നെസ് കൂടിയ 8 10 ഒക്കെ എടുത്തിട്ട് എത്രയാണോ ലീവ്സിന് തിക്നെസ് വേണ്ടത് അത് നോക്കിയിട്ട് നമ്മൾ സ്ട്രോക്ക് പോലെയാണ് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ ലീവ്സിനും തണ്ടിനും നമ്മൾ റൗണ്ട് ബ്രഷും അതുപോലെ പൂക്കൾക്ക് നമ്മൾ ഫ്ലാറ്റ് ബ്രഷുമാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ. ഇപ്പോൾ ലീവ്സിന് ജസ്റ്റ് നമ്മൾ സ്ട്രോക്ക് ചെയ്യുമല്ലോ അതുപോലെ വെച്ചിട്ട് ആ തണ്ടിലോട്ട് ജോയിൻ ചെയ്ത് കൊടുത്താൽ മതി. തണ്ടിലോട്ട് ഫേസ് ചെയ്യുന്ന രീതിയിൽ ലീവ്സിനെ വെച്ചിട്ട് അതിൻ്റെ ഒരറ്റം തണ്ടിലാണല്ലോ ഉണ്ടാവുക, അങ്ങനെ ഡ്രാഗ് ചെയ്ത് കൊടുത്താൽ തണ്ടിലോട്ടുള്ള ആ ഒരു കണക്ഷൻ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. ഈ രീതിയിൽ നിങ്ങൾ എല്ലാ ലീവ്സും ചെയ്ത് നോക്കൂ. നമുക്ക് ഇങ്ങനെ ഒരു പിക്ചർ എടുത്തിട്ട് ഇങ്ങനെ കുറേ 10 15 ലീവ്സൊക്കെ ചെയ്യുമ്പോഴേക്ക് തന്നെ നമ്മൾക്ക് കൈയൊന്ന് മൂവ് ചെയ്യാനായിട്ട് ഈസി ആയിട്ട് വരും. അപ്പോൾ ഇങ്ങനെ തന്നെ ലീവ്സൊക്കെ ഇട്ട് നോക്കൂ. പിന്നെ ഇത് വളരെ ഈസി ആയിട്ട് തോന്നും. ഒരു പിക്ചറൊക്കെ നിങ്ങൾക്ക് ഇതുപോലത്തെ ഒരു പിക്ചറൊക്കെ ഒരു മാക്സിമം 20 മിനിറ്റിലൊക്കെ വരച്ച് തീർക്കാനായിട്ട് പറ്റും. അപ്പോൾ അങ്ങനെ നോക്കുക. പെട്ടെന്ന് ഈസി ആയിട്ട് തോന്നുന്നില്ല ഇപ്പോൾ അത് കാണുമ്പോൾ. ട്രൈ ചെയ്ത് നോക്കൂ. ഇപ്പോൾ ക്ലോത്തിൽ തന്നെ പറ്റിയില്ലെങ്കിൽ ഒരു പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഒരു A4 ഷീറ്റ് എടുത്തിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ. അപ്പം ഇങ്ങനെ ഈ രീതിയിൽ എല്ലാ ലീവ്സും വരച്ചു കൊടുക്കുക. എന്നിട്ട് പിക്ചർ കംപ്ലീറ്റ് ചെയ്യുക. ഓക്കെ.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം. വേറൊരു വെറൈറ്റി വീഡിയോ ആയിട്ട് വരാം. ഇനി അങ്ങോട്ട് നമുക്ക് നല്ല ഡിസൈൻസൊക്കെ നമുക്ക് നോക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 12 ക്ലാസ്സൊക്കെ ആകുമ്പോഴത്തേക്കും കുറേ ചെറിയ ചെറിയ ഡിസൈൻസും എങ്ങനെയാണ് സ്ട്രോക്സ് എന്നൊക്കെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ നല്ല ഡിസൈനൊക്കെ വരയ്ക്കാം. ഇനി മുതൽ അങ്ങോട്ട് നല്ല ഡിസൈനൊക്കെ നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പോൾ എല്ലാവരും പ്രാക്ടീസ് ചെയ്ത് നോക്കുക. പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ നമുക്ക് കൈയൊക്കെ മൂവ്മെൻറ്റ് നല്ല രീതിയിൽ വരുള്ളൂ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു സോ മച്ച്. ബൈ.